ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ ദിവസം ഇങ്ങനെ അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന ഒരു വണ്ടിയാണ് ലാൻഡ് ക്രൂയിസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് വണ്ടിയാണ് ലാൻഡ് ക്രൂയിസർ. അപ്പോൾ ലാൻഡ് ക്രൂയിസറിൻ്റെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വളരെ റെയർ ആയിട്ടുള്ള FJ55 നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുന്നപ്പോൾ ആ വിൻറ്റേജ് വാഹനമാണ്. അപ്പോൾ അത് കൊടുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മളെ പുതിയ ലാൻഡ് ക്രൂയിസർ കൊണ്ടുവരണം. അപ്പോൾ പുതിയ കിട്ടിയിട്ടില്ല, 2014 മോഡൽ ലാൻഡ് ക്രൂയിസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ക്രൂയിസർ 200 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ ചാനൽ വീഡിയോ എടുക്കണമെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുള്ളത് ഫ്ലൈ വീൽസിലാണ്. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ ഈ നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്ന മോഡൽ ഏതാ വെച്ചാൽ ലാൻഡ് ക്രൂയിസർ 200 ആണ്. ഒരു 2014 മോഡൽ തന്നെ ലാൻഡ് ക്രൂയിസർ 200 ആണ് വരുന്നത്. V8 എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു പവർഫുൾ സാധനമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ലാൻഡ് ക്രൂയിസർ ഒരു ചെറിയൊരു വാൾക്ക് റൗണ്ടാണ് കേട്ടോ വീഡിയോ. അപ്പോൾ പുറത്തൊന്നും ഇല്ല, നമ്മൾ ഇന്ത്യയിൽ ഇട്ടിട്ട് തന്നെ ചെയ്യുകയാണ്. അത്രയ്ക്ക് ആവശ്യക്കാരേറിയത് കൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനെ ഇട്ട് ചെയ്യേണ്ടത് പെട്ടെന്ന്. പിന്നെ എടുത്ത് കാണിക്കാനുള്ളത് നമുക്ക് ബോണറ്റ് നോക്കുകയാണെങ്കിൽ നല്ല നല്ല 2-3 നല്ല വലിയ ക്യാരക്ടർ ലൈൻ വരേണ്ട ഒരു ബോണറ്റ് ഏരിയ വന്നിട്ടുള്ളത്. എടുത്ത് കാണിക്കാൻ അട്രാക്ട് ചെയ്യേണ്ട രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കണ്ട ഈ ഒരു സെൻറ്ററിലൊക്കെ ആയിട്ട് ഒരു ഒരു താഴ്ച വന്നിട്ടുള്ള രീതിയിലുള്ള ഒരു ബോണറ്റ് ഏരിയ വന്നിട്ടുള്ളത്. നല്ല 2-3-4 ക്യാരക്ടർ ലൈനാണ് നമ്മൾ ഈ ഒരു ഇതിൽ വന്നിട്ടുള്ളത്, ബോണറ്റിൽ വന്നിട്ടുള്ളത്. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഡുവൽ പ്രൊജക്ടർ LED ഹെഡ്ലാമ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് DRL കാണാം. പിന്നെ ഇൻഡിക്കേറ്റർ സൈഡിൽ കാണാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു റിഫ്ലക്ടറാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ മേലെ നമുക്ക് ലാൻഡ് ക്രൂയിസർ എന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റും. അപ്പോൾ ഒരു വലിയൊരു ഒരു ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. സൈഡ് ഫെൻഡറിലേക്കും പിന്നെ ബോണറ്റിൽ നമ്മളാ ഒരു ഫ്രണ്ട് ഗ്രില്ലിൽ കണക്ഷനുള്ള രീതിയിലാണ് നമ്മളെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്രോമിയത്തിൻ്റെ അതിപ്രസരം അവിടെ കാണാൻ പറ്റും. അപ്പോൾ സെൻട്രലായിട്ട് നമുക്ക് ടൊയോട്ടയുടെ ബാഡ്ജിങ് കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് 360 ക്യാമറൻ്റെ ഒരു ക്യാമറ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ടിൽ പോർഷൻ നോക്കുന്നത് ഫുൾ ഓപ്പൺഡ് ആയ രീതിയിലാണ് വന്നിട്ടുള്ളത്. അതിലൊരു ക്രോമിയം ഫിനിഷിങ് പിന്നെ ഒരു സിൽവർ ഫിനിഷിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ. പിന്നെ അടിയിൽ ഒരു ഫോഗ് ലാമ്പ് കാണാൻ പറ്റും, LED ഫോഗ് ലാമ്പാണ് വന്നിട്ടുള്ളത്. അതിന് ചുറ്റായിട്ട് നമുക്ക് ഒരു ക്രോമിയം ഫിനിഷിങ് അവിടെയും വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു ക്രോമിയം ഫിനിഷിങ്ങിൻ്റെ ഒരു സ്കേർട്ടിങ് പോലെ തോന്നുന്നു. സ്കേർട്ടിങ്ങിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. അപ്പോൾ സൈഡ് ഫെൻഡറിലേക്ക് കയറുകയാണെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഈ ഒരു ഡിസൈനിൽ തൊട്ടിട്ട് നമ്മളെ ബാക്ക് വരെ ചെറിയൊരു ക്യാരക്ടർ ഇങ്ങനെ പാസ് ചെയ്യാൻ കാണാൻ പറ്റും. ഈ ഒരു ബോഡിയുടെ സൈഡിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ആ ഒരു ഒരു എഡ്ജ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്കാ എഡ്ജല്ല, നല്ലൊരു ചെറിയൊരു എഡ്ജ് നമുക്ക് ഈ ഒരു ബോഡിയുടെ സൈഡിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 18 ഇഞ്ച് റേഡിയോ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. നമുക്ക് ടൊയോട്ടയുടെ ബാഡ്ജിങ് കൂടെ കൂടിയിട്ടുള്ള ലാൻഡ് ക്രൂയിസറിൻ്റെ ആ ഒരു ക്രോമിയം ഫിനിഷിങ്ങിലുള്ള നല്ല അട്രാക്ട് ചെയ്ത രീതിയിലുള്ള വലിയ അലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരാൻ സൈഡ് മിറർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ആ ഒരു 360 ക്യാമറൻ്റെ ഒരു ക്യാമറ ഇവിടെയും കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. അതിന് ചുറ്റായിട്ട് ഒരു ക്രോമിയം ഡിസൈനിങ് എലമെൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിററിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 2 എയറോ ഡൈനാമിക് ഡിസൈനും കൂടി കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ വൈപ്പേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടെക്കഡ് ആയിട്ടാണ് നമ്മൾ വൈപ്പേഴ്സ് ക്രമീകരിച്ചിട്ടുള്ളത്. ഡ്രൈവറെ കാശ് മുടക്കാത്ത രീതിയിൽ നല്ല രസമുണ്ട്, ഒതുക്കത്തിലാണ് നമ്മൾ ഈ വൈപ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഫുഡ് സ്റ്റെപ്പ് കാണാൻ പറ്റും. ബോഡി കവേർഡായിട്ട് രീതിയിൽ തന്നെയാണ് നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഡോറിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്രോമിയത്തിൻ്റെ ഒരു ഡിസൈനിങ് എലമെൻറ്റ് ഒരു സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു റെയിൻ ഗാർഡ് എന്ന് പറയാം, ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതിലും ആ ഒരു ക്രോമിയം ഫിനിഷിങ് ഡിസൈനും കാരണം വന്നിട്ടുണ്ട്. പിന്നെ മിററിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ മിറർ വന്നിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് അത്രയും വലിയ വാഹനമാണല്ലോ, അപ്പോൾ അതിനെ പറ്റി സൂട്ടബിൾ ആയിട്ട് രീതിയിലുള്ള വലിയ മിറേഴ്സിനാണ് വന്നിട്ടുള്ളത്. ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ കീലെസ് എൻട്രി കാണാൻ പറ്റും, സാധാ മാനുവലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത്. പില്ലറിൻ്റെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊരു റിഫ്ലക്ഷൻ അടിക്കില്ല കേട്ടോ, അതുകൊണ്ട് കാണാത്ത ഒരു ഇത് കാണാൻ പറ്റും. ഡീഫോഗറിൻ്റെ ആ ഒരു സംഭവം എലമെൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഡീഫോഗിങ് സിസ്റ്റം വന്നിട്ടുള്ളവർ റിയർ അല്ലെങ്കിൽ സി പില്ലറിൽ വന്നിട്ടുള്ള ഗ്ലാസ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സി പില്ലർ അത്യാവശ്യം നല്ല വീതി ആയിരുന്നു കേട്ടോ, വലിയ പില്ലറാണ് വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു ഒരു ബൾജിങ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്യൂൾ ടാങ്കിന് ഓപ്പണർ ഡ്രൈവർ സൈഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ടയർ കാണാൻ പറ്റും, ഫ്രണ്ട് കണ്ട അതേ കാര്യങ്ങൾ തന്നെ അവിടെയും കാണിക്കാനുള്ളത്. പിന്നെ റിയറിൽ നോക്കുകയാണെങ്കിൽ ഇതിലൊരു സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട് കണ്ട സ്കേർട്ടിങ് ചെയ്തതാണോ ഇതിൽ ഇൻബിൽട്ട് ആണോ എന്ന് മനസ്സിലാവണില്ല. എന്തായാലും ഇതിലൊരു സ്കേർട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്കേർട്ടിങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്രോമിയം ഫ്രണ്ട് കണ്ട അതേപോലത്തെ ഒരു ക്രോമിയം ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ടൈൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ റിയൽ ടൈൽ ലാമ്പ് കംപ്ലീറ്റ് LED വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ റിവേഴ്സ് ലാമ്പ് ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് LED വന്നിട്ടുള്ളത്. LED ടൈൽ ലാമ്പാണ് വന്നിട്ടുള്ളത്.
പിന്നെ നമുക്ക് ആ ഒരു എയറോഡൈനാമിക് ഡിസൈൻ നമുക്ക് ഈ ഒരു ടൈൽ ലാമ്പിലും കാണാൻ പറ്റും. എയറോഡൈനാമിക് ഡിസൈൻ അതിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഇവിടെ അടിയിലായിട്ട് ഒരു ക്രോമിയം ഫിനിഷിംഗ് കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ലാൻഡ് ക്രൂസർ എന്നുള്ള വലിയൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ ടൊയോട്ടയുടെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ റിയറിൽ എന്താണ് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഒരു ഡീഫോഗിങ് ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്കൊരു വൈപ്പറും വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കാണാൻ പറ്റും. പിന്നെ ഒരു സ്പോയിലറും വരുന്നുണ്ട്. ബോഡി കളറായിട്ടുള്ള ഒരു സ്പോയിലറും വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ലാൻഡ് ക്രൂസർ എന്നുള്ള വലുതാക്കി ഇതൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. വലിയ ഫോണിൽ ഇതൊരു ബ്രാൻഡാണല്ലോ. ഈ ലാൻഡ് ക്രൂസർ എന്ന് പറയുന്നത് തന്നെ ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് അത് എടുത്ത് കാണിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് V8 എന്നുള്ള എഞ്ചിൻ വേരിയൻറ്റ് ബാഡ്ജിങ് കാണാൻ പറ്റും. V8 എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ VX എന്നുള്ള മോഡൽ ബാഡ്ജിങ്ങും കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഫെൻഡറിൻ്റെ റിയറിലെ ഫെൻഡറിൻ്റെ ഈ ഒരു പോർഷൻ നോക്കിയിട്ട് സ്റ്റോപ്പ് ലാമ്പ് റിഫ്ലക്ടറും കൂടി ഇവിടെ നമുക്ക് എക്സ്ട്രാ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ കാഴ്ചകൾ പെട്ടെന്നൊന്ന് ഓടി നടന്ന് കണ്ട് നമുക്ക് ഇൻറ്റീരിയർ കാഴ്ചകളിലേക്ക് കടക്കാം. നമ്മൾ ഒരു വാൾക്ക് റൗണ്ട് റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് എന്താണ് ഈ ഒരു ലാൻഡ് ക്രൂസറിൻ്റെ റിവ്യൂ എടുക്കുന്നത്. ഒരു വാൾക്ക് റൗണ്ട് വീഡിയോ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് കടക്കാം. ഇന്ത്യയിലേക്ക് ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ഡോർ അങ്ങോട്ട് വലിക്കുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക ഈ ഡോറിൻ്റെ വെയിറ്റ് നമുക്ക് അതിന് ഫീൽ ചെയ്യും. ഡോറിൻ്റെ വെയിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് അതിന് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് ഈ ഒരു ഡോറ്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്കാണ് വരുന്നത്. പിന്നെ റൂഫിൽ പക്ഷേ ഒരു ബീച്ച് കളറാണ് വന്നിട്ടുള്ളത്. ആ ഒരു വ്യത്യാസമുണ്ട്. ഡുവൽ ടോണാണ് നമ്മൾ ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ ഡാഷ്ബോർഡാണ് വന്നിട്ടുള്ളത്. ബ്ലാക്കാണ് ഡാഷ്ബോർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഡോറിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോറിൽ നമുക്ക് ആ ഒരു പ്രീമിയം ഫീലിന് വേണ്ടിയിട്ട് ഒരു വുഡൻ ഫിനിഷിംഗ് ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതിന് മേലെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിന് മേലായിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു ക്രോമിയം ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ക്രോമിയം ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ സീറ്റിൻ്റെ മെമ്മറി അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സീറ്റ് ഇലക്ട്രിക് സീറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക് സീറ്റിൽ നമുക്ക് മെമ്മറി ഫംഗ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. മെമ്മറി സീറ്റ് ആ ഫംഗ്ഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇമാതിരി വലിയൊരു ഹാൻഡിൽ ഞാൻ മറ്റൊരു വാഹനത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയണം. ഇമാതിരി വലിയ ഹാൻഡിൽ വന്നിട്ടുള്ളത് ആ ഒരു വണ്ടിയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു ഹാൻഡിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 പവർ വിൻഡോ, പിന്നെ ഡോർ ലോക്ക്, പിന്നെ ഇതിൻ്റെ ഗ്ലാസ് താത്തായിരിക്കാനുള്ള ഒരു സ്വിച്ചിങ് കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ അടിയിൽ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഫയൽ പോക്കറ്റ്, പിന്നെ ഒരു വലിയൊരു മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. JBL മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഡോർ പാഡ് കാണിക്കാനുള്ളത്. ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ലെതറിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതൊക്കെ ഒരു ബ്ലാക്ക് കളറിലാണ് നമ്മൾ ലെതർ സീറ്റും കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് കണ്ടോ സീറ്റ് ഇങ്ങനെ ഡിസൈനിന് പൊക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇന്ത്യയിലേക്ക് കടന്നിരിക്കേണ്ട മുന്നേ തന്നെ നമുക്ക് പെഡൽസ് കാണാൻ പറ്റും. TRDൻ്റെ പെഡൽസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റീൽ പ്ലേറ്റിംഗ്, ഒരു സ്പോർട്ടി ഫീലിന് വേണ്ടിയിട്ട് ആ ഒരു TRDൻ്റെ പ്ലേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ പെഡൽ കാണാൻ പറ്റും, ബ്രേക്ക് പെഡൽ, പിന്നെ ഒരു ഡെഡ് പെഡലാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഇന്ത്യയിലേക്ക് കടന്നിരിക്കുകയാണെങ്കിൽ അതിന് ആ ഫുഡ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു എന്താണ് ബോഡി കളറായിട്ടുള്ള രീതിയിലുള്ളൊരു ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ പോർഷനിലും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ കൺട്രോൾസ് കാര്യം കാണാൻ പറ്റും. ഒരു AC-വെൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ AC-വെൻസാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള AC-വെൻസ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചുറ്റൊക്കെ ആയിട്ട് നമുക്ക് ഒരു ക്രോമിയത്തിൻ്റെ ഔട്ടർ ലൈനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു ഡോർ പാഡിൽ കാണിച്ച ആ ഒരു വുഡൻ ഫിനിഷിങ് നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡും കാണാൻ പറ്റും. ആ ഒരു വുഡൻ ഫിനിഷിങ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. മൾട്ടി കൺട്രോൾഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോൾ ഹാൻഡിൽ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റിയറിലെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ വൈപ്പർ, ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഹാൻഡിൽ വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിലെ ഹാൻഡിൽ വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വൈപ്പർ, ഫ്രണ്ട് വൈപ്പർ, റിയർ വൈപ്പർ, അതിൻ്റെയൊക്കെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാൻ പറ്റും. അത്യാവശ്യം വലിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ, പിന്നെ നമുക്ക് AC-ൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങൾ, പിന്നെ ഓട്ടോ AC, ഡുവൽ ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ഒക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഹസാർഡിൻ്റെ സ്വിച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ ആ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ JBL കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിട്ടുള്ളത് മ്യൂസിക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ JBL മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ കൂടി കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു 4 വീലിൻ്റെ H4 പുഷ്, പിന്നെ അത് L4 എന്നുള്ള 2 ബാഡ്ജിങ് ഒരു 2 മോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് ഈ സെൻട്രലായിട്ട് വന്നിട്ടുള്ളത്.
പിന്നെ അടിയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് 12 വോട്ടിൻ്റെ ഒരു അഡാപ്റ്റർ കാണാൻ പറ്റും. പിന്നെ നമുക്ക് സിഗരറ്റ് ആ സംഭവം ആഷ് ഇതാക്കാനുള്ള അതൊന്ന്. പിന്നെ ഇവിടെ ഒരു ആസ്ട്ര ഇവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആസ്ട്ര കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് വരുമ്പോൾ പിന്നെ നമുക്ക് USB ഓക്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു പോർഷനിലാണ് വന്നിട്ടുള്ളത്. കാണാൻ പറ്റുന്നുണ്ടോ അറിയാം. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പോർഷൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഡോറിലും പിന്നെ ഡാഷ്ബോർഡിലും കാണിച്ചിരുന്ന ആ ഒരു വുഡൻ ഫിനിഷിങ് നമുക്ക് ഗിയറിലും കാണാൻ പറ്റും. പിന്നെ സെൻട്രൽ കൺസോളിലും കാണാൻ പറ്റും. സെൻട്രൽ കൺസോളൊക്കെ നല്ല അറേഞ്ച്ഡ് ആയി ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ സെൻട്രൽ കൺസോൾ വന്നിട്ടുള്ളത്. ഹാൻഡ് ബ്രേക്ക് കാണാൻ പറ്റും. ഹാൻഡ് ബ്രേക്കൊക്കെ സാധാരണ നോർമൽ ടൈപ്പ് ഹാൻഡ് ബ്രേക്ക് തന്നെ, ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്കൊന്നും അല്ല വന്നിട്ടുള്ളത്, മാനുവൽ കാര്യങ്ങൾ തന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഗിയർ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. പിന്നെ അതിൽ നമുക്ക് ഓഫ് റോഡ് കൊണ്ട് വരുന്നതുകൊണ്ട് അതിൻ്റെ ഷിഫ്റ്റ് ലോക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും. പിന്നെ എസിൻ്റെ ഞാൻ പറഞ്ഞത് ഡുവൽ സോൺ AC ഇതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 2 കൺട്രോൾ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ പവർ സെക്കൻഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓഫ് റോഡിൻ്റെ കുറച്ച് മോഡ് കാര്യങ്ങളുണ്ടാകും. സ്പോർട്ട് കംഫർട്ട് എന്നുള്ള സസ്പെൻഷൻ്റെ ഇതിൽ നമുക്ക് ഈ വാഹനത്തിൽ സസ്പെൻഷന് കുറച്ച് പരിയോറിറ്റി കൊടുക്കേണ്ടതായതുകൊണ്ട് നമുക്ക് സ്പോർട്ട് കംഫർട്ട് എന്നുള്ള 2 ഓപ്ഷനും ഇതിൽ വേരിയൻസും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ടിൻ്റെ ഹൈറ്റ് താത്താനും പൊക്കാനും താത്താനും നമുക്ക് ഹൈറ്റ് കുറക്കാനും എന്നുള്ള അതിൻ്റെ ഒരു സ്വിച്ചിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹിൽ ഹോൾഡ് അതിൻ്റെ കുറച്ച് കൺട്രോൾ, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെൻട്രലായിട്ട് നമുക്ക് ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ബോക്സ് അല്ല, അത് കപ്പ് ഹോൾഡറാണ്. പക്ഷെ നമുക്ക് ബോക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹാം റെസ്റ്റ് കാണാൻ പറ്റും. വന്നിട്ടുണ്ട്. ഹാം റെസ്റ്റിൽ നമുക്ക് ആ ഒരു വുഡൻ ഫിനിഷിംഗ് ആണ് ഭയങ്കര എന്തൊരു സോഫ്റ്റ് ഫീൽ ആയിട്ടത് തൊടുമ്പോൾ. പിന്നെ ഹാം റെസ്റ്റുമ്പോൾ നോക്കണം നമ്മൾ സീറ്റിൽ കൊടുത്തിട്ടുള്ള ലെതർ കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ വലിയ ഗ്ലോ ബോക്സാണ് വന്നിട്ടുള്ളത്. പക്ഷേ എന്താണ് അപ്പോൾ ഇവിടെയും ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ഒരു ഡീപ്പായിട്ടുള്ള അപ്പോൾ നമുക്കൊരു ഗ്ലോ ബോക്സ് കാണാൻ പറ്റും. ഈ ഗ്ലോ ബോക്സ് വരേണ്ടത് നമുക്ക് കൂളിംഗ് സിസ്റ്റം കൂടിയിട്ടുള്ള ഗ്ലോ ബോക്സ് വരേണ്ടത്. ഇപ്പോൾ നമുക്ക് ആപ്പിൾ മുന്തിരൊക്കെ ഇട്ടുകൊണ്ട് തണുപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. കൂൾ ഓൺ ആക്കണമെങ്കിൽ പവർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൽ നമുക്ക് എന്തുകൊണ്ടേക്കാം. അതുകൊണ്ടാണ് നമുക്ക് ഈ എക്സ്ട്രാ ഇങ്ങനത്തെ ഒരു ലോക്കും കൂടി വന്നിട്ടുള്ളത്. രണ്ട് സെക്ഷനായിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അത് ആ ഒരു കാര്യം കൊണ്ടാണ്. പിന്നെ സ്റ്റിയറിംഗ് വീല് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടോഗിൾ ബട്ടൺ കാണാൻ പറ്റും. ഫ്ലട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹാൻഡിൽ പിടിച്ചിട്ടുള്ള ഒരു ഹാൻഡിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് കയറുമ്പോൾ പിടിക്കാനുള്ള ഒരു ഹാൻഡിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കർട്ടൻ എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കർട്ടൻ എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ട്യൂട്ടർ, JBL ആ ഒരു ട്യൂട്ടറും കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ സൺവൈസർ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് മിറർ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളെ കാണാൻ പറ്റും. അപ്പോൾ ലൈറ്റോട് കൂടിയിട്ടുള്ള മിററും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ക്ലോസ് ചെയ്യാം. ഒരു സൺഗ്ലാസിൻ്റെ ഹോൾഡർ കാണാൻ പറ്റും. സൺഗ്ലാസിൻ്റെ ഹോൾഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മിറർ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവേണ്ട മിററും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ സൺറൂഫ് ചെറിയൊരു സൺറൂഫ് വന്നിട്ടുള്ളത്. പനോരമിക് സൺറൂഫും കാര്യങ്ങളൊന്നുമല്ല, ചെറിയൊരു സൺറൂഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും അപ്പ് ആൻഡ് ഡൗൺ ഉള്ള ഓപ്ഷനും കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഇവിടെ സ്പോട്ട് ഡോറ് ഇതൊക്കെ ആ ലൈറ്റിൻ്റെ ഇതാണ്ട് വന്നിട്ട് സ്പോട്ട് ലൈറ്റ് അത് കാണാൻ പറ്റും ഡോറിൽ. പിന്നെ നമുക്ക് ഈ ഒരു സ്പോട്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. എന്താ സാധനം ഓണായി അതിൻ്റെ കൈ കെട്ടിയതായിട്ട് വിചാരിച്ച് ലൈറ്റ് ഇട്ടപ്പോൾ അത് ഓണായി വിചാരിച്ച്. അപ്പോൾ അങ്ങനെയാണ് അത് കാണിക്കാനുള്ളത്. പിന്നെ കോ ഡ്രൈവറിൻ്റെ സൺബ്ലേസർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതും അതേ സെയിം തന്നെ ആ വാനിറ്റി മിറേഴ്സാണ് വന്നിട്ടുള്ളത്. ലൈറ്റോട് കൂടിയിട്ടുള്ള ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. അപ്പോൾ റിയറിലേക്കും വരികയാണെങ്കിൽ നമുക്ക് റിയറിലും കീലെസ് എൻട്രിയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ലക്ഷറീസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് കാണാൻ പറ്റുന്നത് നമുക്ക്. അപ്പോൾ ഫ്രണ്ട് കണ്ട അതേപോലെ തന്നെ. അപ്പോൾ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് കണ്ടതേ കടന്നതേ വന്നിട്ടുള്ളൂ. ആ ഒരു വുഡൻ ഫിനിഷിങ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ വലിയ ഡോർ ഹാൻഡിൽ, പിന്നെ ട്യൂട്ടർ, പിന്നെ ഒരു ആസ്ട്ര, ചെറിയൊരു ആസ്ട്ര കാണാൻ പറ്റും. പിന്നെ ഒരു മറ്റേ പവർ വിൻഡോൻ്റെ കൺട്രോളും കാര്യങ്ങളും വന്നിട്ടുള്ളത്. പക്ഷേ റിയർത്തെ ഡോർ നോക്കണം, അതിൽ നമുക്ക് മറ്റേ ബോട്ടിൽ ഹോൾഡറും സ്റ്റോറേജ് സ്പേസും അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയൊരു ലൈറ്റ് കാണാൻ പറ്റും. വാണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ JBLൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് ആയാലും അതിൻ്റെ മേലത്തെ ഒരു ഭാഗം നോക്കാം. ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻ കൊടുത്തുകൊണ്ട് തന്നെ അല്ലൊരു ആർട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ക്ലീനിങ്ങിന് എളുപ്പമായിരിക്കും. സീറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലെതർ സീറ്റാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് കണ്ട അതേപോലെ തന്നെ ലെതർ സീറ്റാണ് വന്നിട്ടുള്ളത്. നല്ല കുഷനിങ് കാരണം നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയറി ഇരിക്കുമ്പോൾ നമുക്കൊരു ഡിസ്പ്ലേ കാണാൻ പറ്റും. 2 ഡിസ്പ്ലേ നമുക്ക് 2 ബാക്കിലെ പാസഞ്ചേഴ്സ് ഇരിക്കുമ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ പറ്റും. പിന്നെ ഒരു എയർ വെൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഹോൾഡർ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക കൈ ഹാങ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ആ ഒരു പോർഷനുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കേണ്ട സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഒരു ഫയൽ പോക്കറ്റ് കാണാൻ പറ്റും. അത് നമുക്കൊരു മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ വന്നിട്ടുള്ളത്.
പിന്നെ നമുക്ക് ഈ സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ റിയറിലെ എസിൻ്റെ ടെമ്പറേച്ചറും അതിൻ്റെ കാര്യങ്ങളും കൺട്രോൾ ചെയ്യേണ്ട ഒരു പോർഷൻ വന്നിട്ടുള്ളത്. റിയറിൽ നമുക്ക് 2 AC വെൻസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു ഇത് വന്നിട്ടുണ്ട്, ലൈറ്റ് വന്നിട്ടുണ്ട് ബാക്കിലും, പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീറ്റ് എന്താണ് മടക്കിയിട്ട് വേണം നമുക്ക് റിയറിലായിട്ട് കയറാൻ. റിയറിലായിട്ട് കയറുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാധാ നമ്മളെ വാഹനത്തിലൊക്കെ കണ്ടിട്ട് രീതിയിലുള്ള സീറ്റ് ഞങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. സൈഡിലൊക്കെയാണ് ഒരു കപ്പ് ഹോൾഡർ, പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഞങ്ങളൊക്കെയാണ് റിയറിൽ വന്നിട്ടില്ല. പിന്നെ തേർഡ് റോയിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് കാണിക്കുന്ന കരുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇൻറ്റീരിയർ നിന്ന് കാണിക്കാനുള്ളത്. പ്രദേശം നമ്മളെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 2 ഹൈഡ്രോളിക്കിലാണ് വരുന്നത്. ഒരു ഇത്രയും വലിയ മാസീവ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. V8 എഞ്ചിനാണ്. D40 എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഇതിനൊക്കെ ഏറ്റവും അട്രാക്ട് ചെയ്ത് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഇതും കൂടി വന്നിട്ടുണ്ട്, റേഡിയേറ്റർ പോലെ സംഭവം കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ എയർ പാസേജ് ആയിട്ട് നമുക്ക് ഈ ഒരു ബോണറ്റിൽ കാണാൻ പറ്റും. ഈ ഒരു എയർ പാസേജ് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രൈസിങ് കൊടുത്തിട്ടുണ്ട്. അത്ര ഹീറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ എലമെൻറ്റ് ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 5.7 ലിറ്റർ V8 ഡീസൽ ടെർബോ എഞ്ചിനാണ് ഈ വാഹനത്തിൽ, ടിൻ ടെർബോ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. പവർഫുൾ എഞ്ചിനാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും 2014 മോഡൽ ലാൻഡ് ക്രൂസറിൻ്റെ റിവ്യൂ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയൊരു വാൾക്ക് റൗണ്ട് വീഡിയോ ആയിരുന്നു, അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ക്രൂസറിൻ്റെ ആ ഒരു പരാതി തീരുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും മറ്റൊരു ലാൻഡ് ക്രൂസർ നമ്മൾ നോക്കാം, വേറൊരു ലാൻഡ് ക്രൂസർ വരട്ടെ, അപ്പോൾ നമുക്ക് അതുകൊണ്ട് നോക്കാം. ഇത് നമുക്ക് ചെറിയൊരു ജസ്റ്റ് ഒരു വാൾക്ക് റൗണ്ട് റിവ്യൂ ആയിട്ട് നമ്മളത് കണ്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ അറിഞ്ഞ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കും. അപ്പോൾ അടുത്ത ചില കിടിലം വണ്ടിയിട്ടും കിടിലം വീടിട്ടും വരാം. അതുവരെ